കാറ്റ്. എടാ ഒരു ചക്ക പറിച്ചെന്നേ. എന്ന് ചക്കയാ? ചക്കേനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ പാടില്ല നിങ്ങള്. ചക്ക പോലും ചക്ക. ആ പ്ലാവ് മുറിക്കാൻ വേണ്ടി ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്ലാവിനോ ചക്കനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ നിന്റെ ഉണ്ടക്കണ്ണെ കുത്തി പൊട്ടിച്ചു. തൊടും പ്ലാവും കത്തിക്കും, നിങ്ങളെ ഞാൻ കത്തിക്കും. ചക്ക പൂത്തേപ്പിനുണ്ടല്ല, ചക്കക്കുരു നിന്ന് മനുഷ്യന് ഇപ്പൊ 4 ആളെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പേടിക്കണം ഒരാളെ മുമ്പിൽ പോയി നിൽക്കുമ്പോ. എപ്പോ പൊട്ടും നോക്കിയിട്ട്. നീ എന്ത് പറഞ്ഞാലും ചക്കക്കാലം തീരുന്ന വരെ ചക്കക്കുരു തന്നെ, ചക്ക തന്നെ, ദിവസം ചക്ക തന്നെ. നിനക്ക് മൂക്കുമ്പത്തി നടക്കല്ലേ വഴി, വേറെ വഴിയില്ല. അല്ല ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങളോട്. ഈ ചക്കയായാലും ഈ സമയത്ത് എല്ലാരും വീട്ടിലും ചക്കയും ചക്കക്കുരു തന്നെ ആയിരിക്കൂലേ? ഇവന് മാത്രം ഈ പുതുമ, അത് നല്ല ഹെൽത്തി സാധനമാണ്. ഇവൻ പറയുന്നത് ഉച്ചക്കും ചക്കക്കുരു, വൈകുന്നേരം ചക്കക്കുരു. ഓഫീസിലെല്ലാം പോയാലല്ല ചുറ്റുമുള്ള ആൾക്കാർ അവളെ നോക്കുന്നുണ്ടോ നോക്കണം. സത്യാന്നട്ടാ. എന്നാലും ചക്കക്കാലം കഴിയുന്നവരെല്ലാം വീട്ടിൽ ചക്ക തന്നെയായിരിക്കും അല്ലേ? ചക്ക അത്ര ഹെൽത്തിയാന്ന് ഇപ്പോഴത്തെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇവര് പറയും ഇത് ഈ ചക്കക്കുരു കറിയൊന്നും പിന്നെ ഏടി കൊണ്ടുപോകാൻ കഴിയില്ല, പുറത്ത് കൊണ്ടുപോയി തിന്നാൻ കഴിയില്ല, ചോറിൻ്റെ ഒന്നിച്ച് ചക്ക വേണ്ടാന്ന്. എനക്കാണെങ്കിൽ ഇത് തീരുന്നവരെ ചക്കക്കുരു തന്നെ വേണം. നിങ്ങൾ പറയും നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ അവസ്ഥയുണ്ടാ? ഞാനല്ല ഇങ്ങനെ തന്നെ ചെയ്യലട്ടാ. വേറെന്താന്ന് കറി വെക്കണ്ട്. ചക്ക തീർന്നൊരു പച്ചക്കറി ഒന്നും മേടിക്കുന്നില്ല. കുരു